സതീശൻ ഭരണത്തിലെത്തിയിട്ട് 46 ദിവസം പിന്നിടും. ഭരണത്തിലെത്തി 46 ദിവസം പിന്നിടുമ്പോൾ സതീശൻ്റെ നിലനിൽപ്പ് അവതാളത്തിലായി മാറിയിരിക്കുന്നു. സതീശനെതിരെ ഡൽഹിയിൽ KC വേണുഗോപാൽ പടയൊരുക്കം ആരംഭിച്ചിരിക്കുന്നു. സതീശൻ്റെ പല നടപടികളും ഹൈക്കമാൻഡിന് യോജിക്കാത്തതാണ്. സതീശൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ചാർട്ടേഡ് വിമാനത്തിൽ നടത്തിയ മംഗലാപുരം യാത്രയിൽ അദാനി ഗ്രൂപ്പിൻ്റെ ചെയർമാൻ കിഷോർ ആൽവയുമായി ചർച്ച നടത്തിയതും ഒക്കെ വിവാദമായി മാറി. തരാതരം പോലെ അദാനി ഗ്രൂപ്പിനെ തള്ളിപ്പറയുന്ന രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും സതീശൻ്റെ ഈ നടപടിയെ ഗൗരവത്തോടെ കണ്ടു. പിന്നീട് അദാനി ഗ്രൂപ്പ് പയ്യെ കേരളത്തിൽ പിടിമുറുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പലപ്പോഴും BJPക്ക് അടിയറവ് പറഞ്ഞുകൊണ്ടാണ് ഈ 46 ദിവസവും സതീശൻ ഭരിച്ചത്. ഇത് ഹൈക്കമാൻഡ് തിരിച്ചറിയും. KC വേണുഗോപാലായിരുന്നു മുഖ്യമന്ത്രി ആകേണ്ടത്. ഹൈക്കമാൻഡിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ താല്പര്യം KCയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നായിരുന്നു. സതീശൻ എങ്ങനെ മുഖ്യമന്ത്രിയായി എന്നതിനെക്കുറിച്ച് ഇന്നലെ ഞാനൊരു വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അദാനി ഗ്രൂപ്പ് കോടികളാണ് സതീശന് വേണ്ടി വാരിയെറിഞ്ഞത്. മുസ്ലിം ലീഗിന് കോടികൾ എറിഞ്ഞുകൊണ്ടുള്ള കളി, ജമാഅത്തെ ഇസ്ലാമിക്ക് കോടികൾ കൊടുത്തുകൊണ്ടുള്ള കളി. അതുകൊണ്ടാണ് സതീശന് വേണ്ടി മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും തെരുവിലിറങ്ങിയത്. സതീശനെ ഇപ്പോൾ കുറ്റം പറയാൻ മുസ്ലിം ലീഗിലെ മന്ത്രിമാർക്ക് മടിയാണ്. സതീശൻ എടുക്കുന്ന തീരുമാനങ്ങൾ അവർ അംഗീകരിക്കേണ്ട ഗതികേടിലേക്ക് എത്തി നിൽക്കുന്നു. സതീശൻ എന്തു പറഞ്ഞാലും മുസ്ലിം ലീഗിലെ മന്ത്രിമാർ അംഗീകരിക്കേണ്ട ഒരവസ്ഥയാണ്. കാരണം പണം വാങ്ങി കളിച്ച കളിയാണല്ലോ സതീശനെ മുഖ്യമന്ത്രിയാക്കിയത്. അപ്പോൾ ലീഗിലെ മന്ത്രിമാർക്ക് മിണ്ടാട്ടം മുട്ടി. PM ശ്രീ നടപ്പിലാക്കുമെന്ന് സതീശൻ പറഞ്ഞപ്പോൾ ലീഗിലെ വിദ്യാഭ്യാസ മന്ത്രി ഏറാൻ മോളി. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം പ്രധാനമന്ത്രിയുടെ ലോഗോ ആ വീടുകളിൽ ആവാസ് യോജന പ്രകാരം ചെയ്യുന്ന വീടുകളിൽ വയ്ക്കും. അവിടെയും സംഘപരിവാറിന് അടിമപ്പെടേണ്ടി വന്നു ലീഗ് മന്ത്രി KM ഷാജിക്ക്. മാത്രമല്ല സതീശൻ്റെ ഓരോ നീക്കവും അപകടകരമായി മാറിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി കടുത്ത RSSകാരനായ ശേഷാദ്രിനാഥനെ നിയമിച്ചത് ഹൈക്കമാൻഡിൻ്റെ വലിയ തിരിച്ചടിയായി മാറി. അറിയപ്പെടുന്ന RSSകാരനാണ് N ശേഷാദ്രിനാഥൻ. അദ്ദേഹത്തിനെ സതീശൻ നിയമിച്ചപ്പോൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് KM ഷാജിയാണ് എന്നുള്ളത് ശ്രദ്ധേയം. ഇതൊക്കെ KC വേണുഗോപാൽ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നുണ്ട്. KC വേണുഗോപാൽ കേരളത്തിലേക്ക് വരാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പരമോന്നത നേതാവ് തങ്ങൾക്കും സതീശനെ മനസ്സിലായി തുടങ്ങി. പക്ഷേ തങ്ങളും നിസ്സഹായനാണ്. കാരണം മുസ്ലിം ലീഗിലെ മന്ത്രിമാർ പരമോന്നത നേതാവ് പറയുന്നത് ഇപ്പോൾ അങ്ങനെ കേൾക്കാറില്ല. സതീശനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് സോണിയാഗാന്ധിക്ക് കത്തെഴുതേണ്ട ഒരവസ്ഥ തങ്ങൾക്ക് ഉണ്ടായി. ജമാഅത്തെ ഇസ്ലാമി തങ്ങൾക്ക് ചതിപറ്റിയെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം PM ശ്രീ പദ്ധതി നടപ്പാക്കിയതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് അനുവദിച്ചുകൊണ്ട് കേരളത്തിൽ ബക്കാഡി എന്ന വിദേശ മദ്യ കമ്പനിയുടെ ഫോറിൻ മെയ്ഡ് ലിക്കറിൻ്റെ കടന്നുവരവിന് അല്ലെങ്കിൽ സുലഭമായ കടന്നുവരവിന് സതീശൻ വഴിയൊരുക്കി. ഇതൊക്കെ ജമാഅത്തെ ഇസ്ലാമിയെയും സമസ്തയെയും മുസ്ലിം ലീഗിൻ്റെ പരമോന്നത നേതാവ് തങ്ങളെയും ഒക്കെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ഓർത്തഡോക്സ് സഭ അടക്കമുള്ളവർ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് എത്തിക്കഴിഞ്ഞു. KCയും RCയും ഒത്തുചേർന്നിരിക്കുന്നു സതീശനെ താഴെ ഇറക്കാൻ എന്നുള്ളതാണ്
ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. RC, അതായത് രമേശ് ചെന്നിത്തല, ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ട് പോവുകയാണ്. ഓപ്പറേഷൻ തൂഫാൻ വലിയൊരു വിജയം ആയിക്കഴിഞ്ഞു. അതിനെ അട്ടിമറിക്കാൻ വേണ്ടി വെറും 10 കോടി രൂപ മാത്രമാണ് ഓപ്പറേഷൻ തൂഫാന് സതീശൻ അനുവദിച്ചത് ബഡ്ജറ്റിൽ. അത് രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ അടിയായി മാറും. KC കേരളത്തിലേക്ക് മുഖ്യമന്ത്രിയായി വന്നാൽ രമേശ് ചെന്നിത്തല പിന്തുണയ്ക്കും എന്നുള്ളത് ഉറപ്പാണ്. KC വേണുഗോപാൽ വിദഗ്ധമായി കരുക്കൾ നീക്കുകയാണ്. MLA-മാരിൽ ഭൂരിഭാഗവും KCക്ക് ഒപ്പമാണ്. കോൺഗ്രസ് മന്ത്രിമാരിൽ OJ ജനീഷ് അടക്കമുള്ള കോൺഗ്രസ് മന്ത്രിമാർ KCക്ക് ഒപ്പമാണ്. എന്നിട്ടും ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിൻ്റെയും നിർബന്ധത്തിന്, സമ്മർദ്ദതന്ത്രത്തിന് ഹൈക്കമാൻഡ് വഴങ്ങിക്കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണ് സതീശൻ മുഖ്യമന്ത്രിയായത്. ഇപ്പോൾ സതീശനെ ജമാഅത്തെ ഇസ്ലാമിയുടെ സാധാരണ പ്രവർത്തകർക്ക് വേണ്ട, വെൽഫെയർ പാർട്ടിക്ക് വേണ്ട, തങ്ങൾക്ക്, മുസ്ലിം ലീഗിൻ്റെ പരമോന്നത നേതാവ് തങ്ങൾക്കും വേണ്ട. ക്രൈസ്തവ സഭകളും തിരിച്ചറിഞ്ഞിരിക്കുന്നു സതീശൻ്റെ കപട നാടകം. കേരളത്തെ അദാനിക്ക് തീറെഴുതി വയ്ക്കാനുള്ള സതീശൻ്റെ കുതന്ത്രങ്ങൾ ഇപ്പോൾ സമൂഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അധികാരമേറി 46 ദിവസം സതീശനെതിരെ KC വേണുഗോപാൽ പടയൊരുക്കം ആരംഭിച്ചിരിക്കുന്നു. കൂട്ടായി RC